സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. 1947 ഓഗസ്റ്റ് 15. ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ, ജീവിതത്യാഗത്തിൻ്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. 1947 നിന്നും 2024 ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 ഇവയുടെ നേർക്കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അങ്കോളിയിലെ മണ്ണിടിച്ചിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാടൊന്നാകെ ഒരുമിച്ചു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം. അധിനിവേശത്തിൻ്റെ കാൽച്ചങ്ങലം പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന വ്യവസ്ഥയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതത്തോടുള്ള സ്നേഹം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നുവരട്ടെ. നമുക്കൊത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നതിയിലേക്ക് ചുവടുവെക്കാം. നേടിയ നേട്ടങ്ങൾ തുടരട്ടെ 10 മടങ്ങായി. ജാതി, മത, വർഗ, വർണ്ണ ചിന്തകൾക്കതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം. ഭാരതം ജൈത്രയാത്ര തുടരട്ടെ എന്ന ആശംസയോടെ.